ശിവരാത്രി വ്രതത്തിന്റെ ഗുണങ്ങൾ. സർവ്വ പാപങ്ങളും തീർക്കുന്നതാണ് ശിവരാത്രി വ്രതം. ശിവപ്രീതിക്ക് ഏറ്റവും നല്ല ദിവസവും ഇതുതന്നെ. ഗുരുശാപം, സ്ത്രീ ശാപം തുടങ്ങിയ മഹാപാപങ്ങൾ പോലും ശിവരാത്രി വ്രതം മൂലം ഇല്ലാതാവുന്നു എന്നാണ് വിശ്വാസം. പൂർവികരുടെ ബലിപൂജയ്ക്ക് മുടക്കം വന്നാൽ പിതൃപൂജയോടെ ശിവരാത്രി വ്രതം അനുഷ്ഠിച്ച് പിതൃക്കളെ പ്രീതിപ്പെടുത്തണം. ശിവരാത്രിയുടെ തലേനാൾ രാവിലെ കുളിച്ച് ശിവക്ഷേത്ര ദർശനം നടത്തണം. വീട്ടുമുറ്റത്ത് ചാണകം മെഴുകി വൃത്തിയാക്കിയ സ്ഥലത്ത് നിലവിളക്ക് കൊളുത്തിവയ്ക്കുക. അതിനു മുമ്പിൽ ഒരു നാക്കില വയ്ക്കുക. പൂവ്, അക്ഷതം, നെല്ലും ഉണക്കലരിയും ചന്ദനം എന്നിവ കയ്യിൽ തൊഴുതുപിടിച്ച് ഓം പിതൃഭ്യോ നമഃ എന്ന് 8 പ്രാവശ്യം ജപിച്ച് ഇലയിൽ സമർപ്പിക്കണം. ഇത് 7 തവണ ആവർത്തിക്കുക. പിന്നെ വിളക്കിനെ 3 പ്രദക്ഷിണം ചെയ്ത് 3 പ്രാവശ്യം നമസ്കരിച്ച് ഇലയും അക്ഷതവും ഒഴുക്കുള്ള ജലാശയത്തിൽ കളയുക. പിന്നീടേ അന്ന പാനീയങ്ങൾ പാടുള്ളൂ. ഉച്ചയ്ക്ക് മുമ്പായി ഓം നീലകണ്ഠായ നമഃ എന്ന് 212 പ്രാവശ്യം ജപിക്കുക. 4 മണിയാവുമ്പോൾ കുളിച്ച് ഓം ശിശേഖരായ നമഃ എന്ന് 336 തവണ ജപിക്കുക. ഓം ശംഭുവേ നമഃ എന്ന് 212 പ്രാവശ്യവും ജപിക്കുക. ഇത് രണ്ടും വടക്കോട്ട് നോക്കി സൂര്യാസ്തമയത്തിനു മുമ്പ് ജപിക്കണം. സന്ധ്യ കഴിഞ്ഞാൽ ഓം പാർവതി പ്രിയായേ ത്രൈലോക്യനാഥായ ഹം ഹം നമഃ ശിവായ ഹ്രീം ശിവായേ നമഃ എന്ന് 108 പ്രാവശ്യവും ജപിക്കുക. പടിഞ്ഞാറോട്ട് തിരിഞ്ഞു വേണം ജപം. പിന്നീട് പഞ്ചാക്ഷര മന്ത്രം ജപിച്ച് ശരീരത്തിൽ ഭസ്മം ധരിക്കുക. പിറ്റേ ദിവസം ശിവരാത്രി ദിവസം ഉപവാസമായി ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുക. പിറ്റേന്ന് വിളക്ക് വച്ച് ആദ്യ ദിവസത്തേതുപോലെ പ്രാർത്ഥിക്കുക. വ്രതപുണ്യം സമർപ്പയാമി എന്ന് ജപിച്ച് പൂക്കൾ സമർപ്പിക്കുക. പാല് 3 തവണ ഇലയിലേക്കൊഴിക്കുക. പിന്നെ ഇലയെടുത്ത് ഒഴുക്കുള്ള ജലാശയത്തിലേക്ക് കളയുക. ഓം നമഃ ശിവായ. നിങ്ങൾക്കറിയാത്ത ഇതുപോലത്തെ മഹത്തായ അറിവുകൾക്ക് ധർമ്മപാത പിന്തുടരുക.